നിങ്ങളോടൊപ്പം ഞാൻ റെനീഷ് അരിപ്പള്ളി, ഞാൻ റസിയ. നമ്മുടെ ഭക്തിയെ നിർഭരമാക്കുന്ന ഒരു പുണ്യമാസമാണ് മുഹറം. പവിത്രത കൽപ്പിക്കപ്പെട്ട മാസമാണ് നമ്മുടെ മുഹറം മാസം. ഈ മാസങ്ങളിലെ സംഘട്ടനങ്ങളൊന്നും അരുതെന്നാണ് അള്ളാഹുവിന്റെ അരുൾ. അതെ, നമ്മുടെ മുത്തുനബി പറയുന്നൊന്ന് കേട്ടു നോക്ക്. നിശ്ചയം അള്ളാഹു ജനങ്ങൾക്കു വേണ്ടി വർഷത്തിൽ ഒരു ദിവസത്തെ വ്രതം നിർബന്ധമാക്കി. അത് ആശൂറ, അതായത് മുഹറം 10 നോമ്പാണ്. അതുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. നിങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലും വിശാലത ചെയ്യുക. കാരണം ഈ ദിവസം ആരെങ്കിലും കുടുംബത്തിന് വിശാലത ചെയ്താൽ വർഷം മുഴുവനും അള്ളാഹു അവന് അനുഗ്രഹം ചൊരിയും. കാരണം ആ ദിവസമാണ് ആദം നബിയുടെ തൗബ അള്ളാഹു സ്വീകരിച്ചതും ഇദ്രീസ് നബിക്ക് ഉന്നത സ്ഥാനം നൽകിയതും നൂഹ് നബിയെ കപ്പലിൽ കയറ്റി സമൂഹത്തിന് നൽകിയ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും നമ്രൂദിന്റെ തീക്കുണ്ടത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയതും മഹാനായ മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തതും യൂസുഫ് നബിയെ ജയിൽ മോചിതനാക്കിയതും യാക്കൂബ് നബിക്ക് കാഴ്ചശക്തി യഥാവിധമാക്കി കൊടുത്തു, അയ്യൂബ് നബിയുടെ രോഗം മാറ്റിക്കൊടുത്തതും മത്സ്യവയറ്റിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയതും ബനു ഇസ്രായേലർക്ക് സമുദ്രം പിളർത്തി കൊടുത്തതും ദാവൂദ് നബിക്ക് രാജാധികാരം നൽകിയതും മുഹമ്മദ് നബിക്ക് മുന്തിയതും പിന്തിയതുമായ പാപങ്ങൾ പുറത്തു കൊടുത്തതും മുഹറം 10 ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയതും ആകാശത്തിൽ നിന്ന് ആദ്യമായി മഴ വർഷിപ്പിച്ചതും ഭൂമിയിലേക്ക് പ്രഥമമായി അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങിയതും മുഹറം 10 തന്നെ. അതെ, മഹാനായ നൂഹ് നബി അലൈഹിസ്ലാമും വിശ്വാസികളും കപ്പലിറങ്ങിയത് ആശൂറ ദിവസത്തിലാണെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാമല്ലോ. ശത്രുക്കളിൽ നിന്ന് മൂസാ നബി അലൈഹിസ്ലാമിന് വിജയം നൽകാനും അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസം മുഹറം 10 തന്നെയാണ്. ശത്രുക്കളെ സമുദ്രത്തിൽ അള്ളാഹു മുക്കിക്കൊന്നതും വിശ്വാസികളെ രക്ഷപ്പെടുത്തിയതും മുഹറം 10 അറിയാമല്ലോ. അത് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രന് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ രക്തസാക്ഷിയായതും മുഹറം 10 ആർക്കാണല്ലേ അറിയാത്തത്? അതെ, ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. നിങ്ങൾ മുഹറം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മാസത്തിൽ നോമ്പനുഷ്ഠിക്കും. അതെ, മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുക വഴി ഒരു മുഹറം മാസത്തിലെ പുണ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകൃതമാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. മുഹറം എന്നാൽ നിശ്ചിതമാക്കപ്പെട്ടത് എന്നാണല്ലോ. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് 1ാമത്തെ മാസമാണ് മുഹറം. യുദ്ധം നിരോധിക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണിത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അവന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 വിലക്കപ്പെട്ട മാസങ്ങളാണ്. അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു കളയരുത്. അതെ, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അരുൾ ചെയ്യുമ്പോൾ നമ്മളും ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ? അതെ, മുഹറം മാസത്തിന്റെ പവിത്രതകൾ പറഞ്ഞാൽ തീരാത്തതാണ്. അന്ത്യപ്രവാചകർ മദീനയിലെത്തി കുറേയേറെ കഴിഞ്ഞ ശേഷം മുഹറം 10 ജൂതര് വ്രതമനുഷ്ഠിക്കുന്നത് അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം സംഘവും ഫറോവ സമൂഹത്തിൽപ്പെട്ട റാംസിസ് 2 കഠിനമായ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ദിവസമായതിനാലാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അവർ മറുപടി പറഞ്ഞത്രേ. ഉടനെ പ്രവാചകർ പ്രതിവചിച്ചു, ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസാ നബിയുമായി ഏറ്റവും അടുത്തവർ. ആ ദിവസം നിങ്ങൾ വ്രതമനുഷ്ഠിക്കൂ. വരും കാലം ഞാനുണ്ടെങ്കിൽ 9ാം ദിവസം കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കും. മുഹറം 9 10 നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്താണ്. മുഹമ്മദ് നബി മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയും അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 കൂടി നോമ്പ് എടുക്കുമെന്ന് പ്രസ്താവിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹദീസുകളിലെ തിരുവചനങ്ങൾ ഏറെയാണ് മുഹറം മാസത്തെക്കുറിച്ച്. മുഹറം മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. ഒരു നോമ്പിന് 30 നോമ്പിന്റെ പുണ്യം ലഭിക്കും. അതെ, ഇസ്ലാമിക ചരിത്രത്തിലെ പല സുപ്രധാന സംഭവങ്ങളും വികാസങ്ങളും സാക്ഷ്യം വഹിച്ച മാസാണല്ലോ മുഹറം. അപ്പോൾ ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം വീണ് കളങ്കിതമായ കർബലയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണല്ലോ, അല്ലേ? അതെ, അള്ളാഹു മഹത്വം നിറച്ച നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സുന്നത്ത് നിസ്കാരങ്ങൾ, നോമ്പനുഷ്ഠാനം, സ്വലാത്തുകൾ, മറ്റ് സൽക്കർമ്മങ്ങളിലൂടെ, ദാനധർമ്മങ്ങൾ തുടങ്ങിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ സമീപസ്ഥരാവാൻ ഈ ദിവസങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം. ഏത് പുണ്യദിനവും അതിനെ ആദരിക്കാനുള്ള രീതി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നതു തന്നെയാണ്. ആ വിധത്തിൽ മുഹറത്തെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. ദുഃഖപൂർണമായ ഒരു ഓർമ്മ കൂടി ഈ മുഹറം നമുക്ക് നൽകുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗമാണ്. കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രനും സ്വർഗീയ യുവാക്കളുടെ നേതാവുമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓർമ്മകളും നമുക്ക് നൽകുന്നത് ഒരു ദുഃഖത്തെ അനുസ്മരിക്കുക എന്നതിലുപരി സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച യുവാക്കളുടെ നേതാവിനെയാണ് നാം പഠിക്കുന്നത്. പ്രാസ്ഥാനിക കർമ്മ വഴിയിൽ കൂടുതൽ ചിട്ടയോടെ പ്രവർത്തിക്കാനും മാതൃകായോഗ്യരായ
പ്രവാചകന്മാർ, ഇമാമുമാർ, അഹ്ലുബൈത്തിലെ നേതാക്കൾ തുടങ്ങിയവരെ അറിയാനുമുള്ള അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുകയും കർമ്മവഴിയിൽ അടയാളപ്പെടുത്തിയ ചിട്ടകളെ കൃത്യതയോടെ ഓർത്തെടുത്ത് നമ്മുടെ പ്രവർത്തന വഴികൾ കൂടുതൽ ശാക്തീകരിക്കാനുള്ള വേളയായി ഓരോ പ്രവർത്തകരും ഇതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അൽ ഹസനു വൽ ഹുസൈൻ സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്.